എന്താ ഉണ്ണി? അനന്തു, ഇത്രയും വൈകി. ഇനി ഒരു നിമിഷം പോലും വൈകാൻ പാടില്ല. ഇഷ്ടികയും മരവും കൊണ്ട് തീർത്ത ഒരു കെട്ടിടം മാത്രമേ വേലയ്ക്ക് കൊടുക്കാൻ കഴിയൂ എന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു, ആ വീടിനുള്ളിൽ ഒരു ജീവിതം കൂടി കൊടുക്കാമെന്ന്. രക്തബന്ധത്തിന്റെ പേരിൽ എല്ലാം വാരിക്കോരി കൊടുത്തിട്ടും അതൊന്നും മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ ഓരോ നിമിഷവും എന്നെ കുറ്റപ്പെടുത്താനും ശ്വാസം മുട്ടിപ്പിക്കാനും ശ്രമിക്കുന്ന എൻ്റെ കുടുംബം. കുറവുകളേറെ ഉണ്ടായിട്ടും എന്നെ ഈ നിലയിലും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഞാൻ എവിടോ വെച്ച് കണ്ടുമുട്ടിയ എൻ്റെ ബേല. ഇനിയെങ്കിലും ഞാൻ അവളെ മനസ്സിലാക്കിയേ പറ്റൂ. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അവിടെ എത്തിയേ എൻ്റെ കാർ നിൽക്കൂ. വഴിച്ചെലവിന് നാളെ ബാങ്ക് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ. നീ എനിക്ക് കുറച്ച് പണം തരണം. ഞാൻ കൂടി വരാം, ഒരു കൂട്ടിന്. താങ്ക് യു. ഇനി എനിക്കൊരു കൂട്ടേ ഉള്ളൂ, എന്തിനും അങ്ങ് വരെ. തൻ്റെ ഒറ്റയ്ക്കുള്ള ഈ യാത്രയിലെ സുഖം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനായിട്ടത് കളയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. താങ്ക് യു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ രവി. ഗുഡ് മോർണിംഗ് സർ. ഈ ഒരു തവണ കൂടി നിങ്ങൾ എനിക്ക് എൻ്റെ പതിവ് മുറി തന്നെ തരണം. ഷോ സർ. താങ്ക് യു. You're lucky, sir. ഈ നിമിഷം മുതൽ യെസ്, ഐ എം വെരി ലക്കി. Excuse me, sir. എന്തിനാണ് സാർ വന്നിരിക്കുന്നതെന്ന് അറിയാമെന്നുകൊണ്ട് പറയാണ്. പ്ലീസ് ഗോ ടു ദ ചർച്ച്, സർ. ഓ, താങ്ക് യു. Excuse me, Mr. Unnikrishna Menon? Yes, I don't get you. തീർന്നു സാർ. അവൾ അവസാനിപ്പിച്ചു. അവളെ ഞാൻ കുറ്റം പറയില്ല. ജീവിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ സാർ? മമ്മ പോയി, ഉണ്ടായിരുന്ന കൂടപ്പറപ്പ് അവൻ എവിടെയോ പോയി. പിന്നെ പിന്നെ കാത്തിരിക്കാൻ ഒരാളുണ്ടായിരുന്നു. സീസൺ കഴിയും വരെയും കാത്തു.
ഇന്നലെ കാലത്തും അവൾ എന്നോട് ചോദിച്ചു. പലതും പറഞ്ഞു. ഹിസ് ഹൈനസ്, ബ്ലാക്ക് പേൾ, മൈലോഡ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനൊരു വെറും ഇടനിലക്കാരനല്ലേ സാർ. അവള് പോയി. എന്തായി സാർ? അവള് രക്ഷപ്പെട്ടു. Mm-hmm.